പക്ഷേ can I please say something? ഞാൻ 12ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഐ എം ഗ്രോയിങ് അപ്പ്. ഓക്കെ, സോ വളർന്നു വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഈ ജനറൽ ആൾക്കാർ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. യു ക്യാൻ ഹാങ് ഔട്ട് വിത്ത് anyone is okay, but be very careful about this guy called OG Sunil. അന്ന് അത് കേട്ടപ്പം എനിക്ക് ഒരു താല്പര്യം ഉണ്ടായി. ഇയാൾക്ക് എന്താ കൊമ്പുണ്ടോ വാലുണ്ടോ? And then I met him, I think very close to that time when I was maybe 18, 19, 20. I don't know when I met you. Do you remember how we met? I don't remember. വിവാദ ചർച്ചകൾക്കിടയിൽ നിൽക്കുന്ന സുനിലോജിക്ക് രഞ്ജിനി ഹരിദാസ് നൽകുന്ന പിന്തുണയുടെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. ഉണ്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാണ്ടി പാർട്ടി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. പാണ്ടികളെ പോലെ ഡ്രസ് ചെയ്ത് തന്നെ, തമിഴന്മാരെ പോലെ ഡ്രസ് ചെയ്ത് VIP തന്നെ. പണമുള്ള വിദേശത്ത് നിന്ന് അവിടുന്ന് വന്ന ആൾക്കാരെ അവിടുന്ന് പെണ്ണുങ്ങളെ ഇറക്കുവേ. റഷ്യയിൽ നിന്ന് വരുന്നൊക്കെ പെണ്ണുങ്ങളെ ഇറക്കും. അണ്ട് ഇവർക്ക് കൊടുക്കും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കുറേ കാലങ്ങൾക്ക് മുന്നേ, അതായത് ഈ സോഷ്യൽ മീഡിയ ഇത്രത്തോളം ആക്റ്റീവ് അല്ലാണ്ടിരുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ നാട്ടിലെ ചില പ്രമുഖര് മീഡിയാസിന്റെ മുന്നിൽ വന്ന് പറഞ്ഞിരിക്കുന്ന ചില കള്ളങ്ങളും അല്ലെങ്കിൽ അവർ കാണിച്ചിരിക്കുന്ന ചില ഉടായ്പകളും ഒക്കെ ഇന്ന് സോഷ്യൽ മീഡിയ ഇത്രത്തോളം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഈ ഒരു ടൈമിൽ അവർ അന്ന് ചെയ്തേക്കുന്നയോ പറഞ്ഞേക്കുന്നയോ കാര്യങ്ങളോട്ട് ലീഡ് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ സോഷ്യൽ മീഡിയ ട്രെൻഡിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവർ എക്സ്പോസ്ഡ് ആവാറാണ് പതിവ്. സോ അത്തരത്തിലുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. മറ്റാരുമല്ല, രഞ്ജിനി ഹരിദാസ്. ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആങ്കർ, ഒരു ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സുകളിലോട്ട് ഓടിയെത്തുന്ന മുഖം തീർച്ചയായിട്ടും അത് രഞ്ജിനി ഹരിദാസിന്റെ തന്നെയായിരിക്കും. കേരളത്തിൽ തന്നെ ഇത് നമ്പർ 1 ആങ്കർ തന്നെയാണ് രഞ്ജിനി ഹരിദാസ്. ഒരുപാട് ആങ്കേഴ്സിനെ ഇൻസ്പയർ ചെയ്യാൻ സാധിച്ചിട്ടുള്ള അവരുടെ ആ ഒരു ടാലന്റ് ഉണ്ട്, ആ ഒരു പൊട്ടൻഷ്യൽ, ആ ഒരു എനർജി, സ്പോണ്ടേനിറ്റി ഒക്കെ കൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ സാധിച്ചിരിക്കുന്ന ഒരു ആങ്കർ കൂടി തന്നെയാണ് തീർച്ചയായിട്ടും രഞ്ജിനി ഹരിദാസ്. രഞ്ജിനി ഹരിദാസ് തൻ്റെ ചാനലിലൂടെ പല ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. റീസെന്റ് ആയിട്ട് സുനിൽ ഓജിയുടെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് പുള്ളിക്കാരി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പോഡ്കാസ്റ്റിന്റെ കമന്റ് സെക്ഷൻ നമ്മൾ നോക്കുമ്പോഴേക്ക് അതിനകത്ത് ഈ നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ വരുന്ന സ്വാഭാവികമാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഗസ്റ്റിനെ കൊണ്ടുവരണോ വേണ്ടയോ എന്നുള്ള ചർച്ചകൾ തന്നെയാണ് ആ ഒരു കമന്റ് ബോക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാര്യം സുനിൽ ഓജി ആരാണെന്നും എന്താണെന്നും നമ്പർ 18 ഹോട്ടലായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ എന്താണെന്നും എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആളുകൾക്ക് അറിയാമെന്നുള്ളത് വിചാരിക്കുന്നു. അയാൾക്കെതിരെ നിരവധി ആരോപണങ്ങളുണ്ട്. ഒരു ഡ്രഗ് ഡീലറാണ്, അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ ഒരുപാട് ഡ്രഗ്സ് ഒഴുക്കുന്ന ഒരു വ്യക്തിയാണെന്നും അയാൾ പെണ്ണുകച്ചവടം നടത്തുന്ന കാര്യങ്ങളും പാർട്ടിയുടെ മറലൊക്കെ നടത്തുന്ന കുറേ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഗുണ്ട നേതാവായിട്ടുള്ള മരട് അനീഷ് ഇത്രയും കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇയാൾ ഇതേ സുനിലോജി പ്രതികരിച്ചിരിക്കുന്ന 2 പയ്യന്മാർക്കെതിരെ, മറ്റേ ഡ്രേക്കിന്റെ ഹക്കീമിനെതിരെ മാത്രമേ ഇയാൾ പ്രതികരിച്ചിട്ടുള്ളൂ. മരട് അനീഷിന്റെ അടുത്തേക്ക് തിരിച്ചൊരു വർത്താനം പോലും പുള്ളിക്ക് പറയാനില്ല. റീസെന്റ് ആയിട്ട് മറുനാടൻ മലയാളിക്ക് കൊടുത്തേക്കുന്ന ആ ഒരു ഇന്റർവ്യൂവിനകത്തൊക്കെ കുറച്ചധികം കാര്യങ്ങൾ മരട് അനീഷ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വീഡിയോയ്ക്കകത്ത് പറയുന്ന വിഷയങ്ങളാണെങ്കിൽ ഇരിക്കുന്നത്. അതിനകത്ത് രഞ്ജിനി ഹരിദാസിൻ്റെ ഒരു കണക്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മളിതിനകത്ത് നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് ആ ഒരു എടുത്തേക്കുന്ന ഒരു പോഡ്കാസ്റ്റിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ജീനി ടോക്സ് എപ്പിസോഡ് നമ്പർ 5 അൺകട്ട്, അൺഫിൽറ്റേഡ്, അൺഅപ്പോളജറ്റിക്, രഞ്ജിനി ഹരിദാസ് ഫീറ്റ് OG സുനിൽ. അപ്പം ഇതിനകത്ത് അൺകട്ടായിട്ടുള്ള ഒരു 1.5 മണിക്കൂറുള്ള ഒരു പോഡ്കാസ്റ്റ് ആണ്. അപ്പം 2 ഫ്രണ്ട്സ് തമ്മിൽ ഒരു 1.5 മണിക്കൂർ സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരു ക്യാമറയും മൈക്കും കൊണ്ടുവച്ച പോലത്തെ ഒരു പരിപാടിയാണ്. ഭയങ്കര എന്റർടൈനിങ് ആണ്, ഭയങ്കര ചില്ല് വൈബായിട്ടുള്ളൊരു ഷോ തന്നെയാണ്. നമുക്കതിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. ഡ്രഗ്സ് ആൻഡ് റോക്ക് ആൻഡ് റോൾ, അതിനകത്ത് സോപ്പ് ചീപ്പ് കണ്ണാടി, നമുക്ക് സൗത്ത് ആഫ്രിക്കയിൽ അത് ചെയ്യാം. പൈസയിലെങ്കിൽ ടെൻഷൻ വരും. ആപ്പ് ഒന്നും വേണ്ട, നിങ്ങളൊക്കെ കുറെ പേരുണ്ടല്ലോ. 90s 1000 രൂപയുള്ളൂ. ഇന്ത്യ ഈ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ആരാണെങ്കിലും ആ സമയത്ത് സൂയിസൈഡ് ഇവളുടെ സ്വർണം ഊരി അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഇതിനകത്ത് ഈ ഒരു ഗസ്റ്റിനെ തന്നെ കൊണ്ടുവരണോ വേണ്ടോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് കമന്റ് ബോക്സിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കഷ്ടം, ഇയാളെ പോലെയുള്ള പിമ്പിനെയൊക്കെ ആണല്ലോ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഹൗ ഡു യു നോ ഹീസ് എ പിമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് പലർക്കും റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ് ഇതെന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും പണ്ട് മുതലേ സുഹൃത്തുക്കളായിട്ടുള്ള 2 ആൾക്കാർ തന്നെയാണ്. സുനിലോജിനെ പറ്റിയിട്ട് ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ കേട്ട സമയത്ത് എന്തുകൊണ്ട് ഞാൻ ഈ ഒരാളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടിക്കൂടാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് അയക്കുന്ന ഒരു വ്യക്തിയാണ് രഞ്ജിനി ഹരിദാസും സുനിലോജിയും. പിന്നെ അത് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്, വൈറ്റ് വാഷ് ചെയ്യുകയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. അത് നമുക്കൊന്ന് കേൾക്കാം. Okay, I have to say this, like OG എന്ന് പറഞ്ഞ ആൾക്കാർ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ, I'm not trying to whitewash him, but OG is a person that you see on social media doing whatever heck he wants to with his life, yeah? But what you don't see is a guy who is traveling non-stop to different cities, working hard, literally hustling. You are the biggest hustler I know.
ഞാനിവിടെ വൈറ്റ് വാഷ് ചെയ്യുകയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു വലിയൊരു ഹസ്ലർ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കെതിരെ വന്നേക്കുന്ന ആരോപണങ്ങളൊന്നും തേഞ്ഞു മാഞ്ഞു പോവില്ല. കാര്യം പുള്ളി ഡ്രേക്കിനും ഹക്കീമിനെതിരെ കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തു. എന്തുകൊണ്ട് അവിടെ മരടനീഷ് പറഞ്ഞേക്കുന്ന ഭീകര സംഭവങ്ങളുണ്ട്, എന്തുകൊണ്ട് അതിനെതിരെ പുള്ളി പ്രതികരിച്ചില്ല എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് കുറേ ആളുകൾ പറഞ്ഞത് പുള്ളി ഒരു വൈബ് മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു ചിൽ മാൻ ആണ്. ശരിയാണ്, പുള്ളി ഒരു ചില്ല് മനുഷ്യനാണ്, ഭയങ്കര വൈബായിട്ടുള്ള ഒരാൾ തന്നെയാണ്, അതിൽ ഒരു സംശയവും ഇല്ല. പക്ഷേ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എപ്സ്റ്റീൻ ഫയൽസിലെ ആ ഒരു സംഭവങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കുറച്ച് ആൾക്കാരെങ്കിലും അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഡൊണാൾഡ് ട്രംപ്, എപ്സ്റ്റീൻ, അവരുടെ ആ ഒരു പ്രൈവറ്റ് ഐലൻഡിൽ ഈവൻ സ്റ്റീഫൻ ഹോക്കിങ്സ്, വീൽ ചെയറിൽ ഇരിക്കുന്ന സ്റ്റീഫൻ ഹോക്കിങ്സ് പോലും അന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പുള്ളി ജീവനോടെ ഇല്ല. ബട്ട് അന്ന് വീൽ ചെയറിൽ ഇരിക്കുന്ന ടൈമിൽ ആ മനുഷ്യൻ പോലും അവിടെ ആ ഒരു ഐലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം റിച്ച് ഗായേഴ്സ് ആണ്, ആൻഡ് ഇവരെല്ലാം ചിൽ വൈബ് പൊളി ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആരെ അങ്ങനെ കൊച്ചായിട്ട് നമ്മൾ കാണരുത് സുഹൃത്തുക്കളെ. എന്നാണെങ്കിലും റീസെൻ്റ് ആയിട്ട് ഈ ഒരു ഇൻ്റർവ്യൂ വന്നതിന് ശേഷം ഹക്കീം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അബൌട്ട് ദിസ് രഞ്ജിനി ഹരിദാസ് ആൻഡ് നമ്മുടെ സുനിൽ ഓജിയായിട്ട് ബന്ധപ്പെട്ട്. അത് നമുക്കൊന്ന് കാണാം. മീറ്റ് രഞ്ജിനി ഹരിദാസ് ആൻഡ് സുനിലോജി. വിവാദ ചർച്ചകൾക്കിടയിൽ നിൽക്കുന്ന സുനിലോജിക്ക് രഞ്ജിനി ഹരിദാസ് നൽകുന്ന പിന്തുണയുടെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. ഉണ്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാണ്ടി പാർട്ടി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. പാണ്ടികളെ പോലെ ഡ്രസ് ചെയ്ത് തന്നെ, തമിഴന്മാരെ പോലെ ഡ്രസ് ചെയ്ത് VIP തന്നെ. എന്നിട്ട് ഇവര് മറ്റേ തറവാട്ടിൽ അല്ലെങ്കിൽ മൂന്നാർ അങ്ങനെ സ്ഥലങ്ങളിൽ വർഷത്തിൽ ഒരിക്കലാണ് വന്നത്. അവിടെ പണമുള്ള വിദേശത്ത് നിന്ന് അവിടുന്ന് വന്ന ആൾക്കാരെ അവിടുന്ന് പെണ്ണുങ്ങളെ ഇറക്കുവേ, റഷ്യയിൽ നിന്ന് വരുന്നൊക്കെ പെണ്ണുങ്ങളെ ഇറക്കും, അണ്ട് ഇവർക്ക് കൊടുക്കും. ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഈ പഴയ ആൾക്കാരോട് ചോദിച്ചാൽ പച്ചയായിട്ട് പറഞ്ഞുതരും. അന്ന് പാണ്ടി പാർട്ടി എന്ന ലഹരി പാർട്ടി കണ്ടക്ട് ചെയ്ത മീഡിയാസ് പേര് പറയാത്ത ഒരു വ്യക്തിയാണ് സുനിലോജി. ഇപ്പോഴും സുനിലോജിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന രഞ്ജിനി ഹരിദാസ് തന്നെയാണ് അന്നത്തെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന അവതാരിക. എത്ര വാർത്തകൾ വന്നു ഇയാൾക്കെതിരെ. കൊച്ചിയിൽ ലഹരി ആഘോഷമൊരുക്കുന്നത് സിനിമാ നിർമ്മാതാവായ വ്യവസായി. ദിശ പാർട്ടി അന്വേഷണം ഉന്നതരിലേക്ക്, 4 പേർ അറസ്റ്റിൽ. നേരത്തെ വിവാദമായ പല ലഹരിമരുന്ന് കേസുകളിലും ഹോട്ടൽ വ്യവസായി കൂടിയായ ഈ സിനിമാ നിർമ്മാതാവിന്റെ പേര് ഉയർന്നു വന്നിരുന്നു. എന്നാൽ തെളിവുകൾ ലഭിക്കുകയോ കേസിൽ ഇയാളെ ചോദ്യം ചെയ്യുകയോ ഉണ്ടായില്ല. കൊച്ചിയിൽ ബോട്ടിൽ സംഘടിപ്പിച്ച ലഹരിമരുന്ന് പാർട്ടിയെക്കുറിച്ചുള്ള അന്വേഷണം സിനിമാ നിർമ്മാതാവിലേക്ക്. ഹോട്ടൽ വ്യവസായിയായ ഇയാൾ മുൻപും ഇത്തരം പാർട്ടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നിലുപോലും ഇയാളുടെ പേരോ മുഖമോ ഇല്ല. കൊച്ചി പഞ്ചനക്ഷത്ര ഹോട്ടലിലെ DJ പാർട്ടിക്കിടെ ലഹരിമരുന്ന് കച്ചവടം നടത്തിയതിൽ 3 സംഘങ്ങൾക്ക് പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. മുൻപ് പിടിയിലായ DJ കോക്കാച്ചിമിഥുനും സംഘവും DJ കോക്കാച്ചിമിഥുനിൽ നിന്നും മുന്തിയിനം ലഹരിമരുന്നായ ഹാഷിഷാണ് പോലീസ് പിടികൂടിയതെങ്കിൽ ഈ കോക്കാച്ചി മിഥുൻ എന്ന് പറയുന്ന വ്യക്തി സുനിലോജിയുടെ മാനേജറായിരുന്നു. മിഥുൻ ആദ്യമായി അഭിനയിച്ച 22 ഫീമെയിൽ കോട്ടയം എന്ന ചിത്രം നിർമ്മിച്ചതും ഇതേ നിർമ്മാതാവാണ്. പാണ്ടി പാർട്ടി എന്ന പേരിൽ ഇയാൾ മുമ്പ് മൂന്നാറിൽ ലഹരിമരുന്ന് പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രമുഖ അവതാരക അടക്കമുള്ളവർ പങ്കെടുത്തു. കേരളത്തിൽ ഒരു വശത്ത് മയക്കുമരുന്നിനെതിരെയും അത് ഉപയോഗിക്കുന്നവർക്കെതിരെയും ശക്തമായ പ്രചാരണം നടക്കുമ്പോൾ മറ്റൊരു വശത്ത് സുനിലോജിയെ പോലുള്ള ആളുകൾ തന്റെ തറവാട് വീട്ടിലെ ലഹരി ഉപയോഗം പരസ്യമായിട്ട് പ്രചരിപ്പിക്കുമ്പോൾ നിയമത്തെ വെല്ലുവിളിക്കല്ലേ ചെയ്യുന്നത്. ഇത് ചോദ്യം ചെയ്യുന്നവരാണോ തെറ്റുകാര്? ചോദിക്കാനുള്ള ചോദിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഏത് അഡിയോസ് അമിഗോസ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഇന്റർവ്യൂ ഏത് വഴി വന്നെന്ന്. ഓക്കെ, ആ ഒരു പാണ്ടി പാർട്ടിയിൽ പങ്കെടുത്തേക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. എന്നാൽ അന്ന് ഈ സുനിലോജിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന ഇതേ രഞ്ജിനി ഹരിദാസ് തന്നെ അന്ന് മീഡിയാസിന്റെ മുന്നിലൊക്കെ വന്നിട്ട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ ഇതിനെപ്പറ്റി അല്ലെങ്കിൽ ഈ ചുറ്റുപാട് നടക്കുന്ന വിഷയങ്ങളെ പറ്റിയിട്ട് ഒന്നുമേ അറിയത്തില്ല രാമനായരാണ് എന്നുള്ളതിലൊക്കെ തന്നെ സംസാരിച്ചിരിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. ആൻഡ് ചിലപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അവർ ചിലപ്പോൾ റാൻഡമായിട്ട് എടുത്തേക്കുന്നതായിരിക്കും, ഈ ഒരു ഇഷ്യൂ ഒന്നും വിചാരിച്ചിട്ട് എടുത്തായിരിക്കത്തില്ല. ഇതുപോലെ രഞ്ജിനി ഇത്തരത്തിൽ നമ്മൾ കുറേ നാളായില്ലേ കണ്ടിട്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇന്റർവ്യൂ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ അങ്ങനെയൊക്കെ സുനിലോജി എല്ലാം സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഇന്റർവ്യൂ, അല്ലെങ്കിൽ എന്തും റാൻഡമായിട്ട് എടുത്തേക്കുന്ന ഒരു ഇന്റർവ്യൂ. ബട്ട് എന്താണെങ്കിലും അന്ന് രഞ്ജിനി ഹരിദാസ് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്താണെങ്കിലും ഇവർ എങ്ങനെയാണ് ഈ ഒരു പരിചയപ്പെട്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരുടെ ഒരു കണക്ഷൻ വരുന്നുള്ള കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നുണ്ട്. ഞാൻ അതോടെ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. പക്ഷേ can I please say something? ഞാൻ 12ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഐ എം ഗ്രോയിങ് അപ്പ്. ഓക്കെ, സോ വളർന്നു വരുന്ന സമയത്ത് ആഫ്റ്റർ സ്കൂൾ യു സ്ലോലി ഗെറ്റ് ഔട്ട് ഇൻ ടു ദ റിയൽ വേൾഡ്. അപ്പം എൻ്റെ അടുത്ത് ഈ ജനറൽ ആൾക്കാർ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, യു ക്യാൻ ഹാങ് ഔട്ട് വിത്ത് anyone is okay, but be very careful about this guy called OG Sunil. അന്ന് അത് കേട്ടപ്പം എനിക്ക് ഒരു താല്പര്യം ഉണ്ടായി. ഇയാൾക്ക് എന്താ കൊമ്പുണ്ടോ വാലുണ്ടോ? And then I met him, I think very close to that time, when I was maybe 18, 19, 20. I don't know when I met you. Do you remember how we met? I don't remember. I have no recollection, but all I know is from the day we met, we've been close. We've been very, 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 like he said, sister from another mother is a brother. I call him OG Apps. It's short form for OG Appin. I have never understood why you're such a bad guy, OG Sunil. Tell the world why people. സുപ്രസിദ്ധിയുണ്ട്. നീ മനസ്സിലാക്കണം.
നമ്മൾ ഈ സൂവിന് വരെ കൂവായി പോയി. പക്ഷെ നമ്മളെന്ത് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു തരുമോ? ചിലർക്ക് അങ്ങനെയാണ്. ഇവരെ കണക്ട് ചെയ്തേക്കുന്ന ഒരു വൈബ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡി തന്നെയാണ് രഞ്ജിനി ഹരിദാസ്. അത് അന്നും അതെ ഇന്നും അതെ. ആ ഒരു ബോൾഡ്നെസ്സിന് ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. എന്നാൽ അന്നത്തെ ആ ഒരു ടൈമിൽ നമ്മുടെ കേരള സമൂഹം ഫോളോ ചെയ്ത് വന്നേക്കുന്ന കാലാകാലങ്ങളായിട്ട് ഫോളോ ചെയ്ത് വന്നേക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വിപരീതമായിട്ട് ചിന്തിക്കുക, വിപരീതമായിട്ട് പ്രവർത്തിക്കുക, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നൊക്കെ പറയുന്നത് എന്തോ മഹാപരാധമായിട്ട് കണ്ടേക്കുന്ന ഒരു സമൂഹമായിരുന്നു. ആ ഒരു ടൈമിലാണ് ഒരു കൈരളിയിലെ ഒരു TV ഷോയിൽ വന്നിട്ട് പറയുന്നത്, ഞാൻ മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ്, നാദൃശ്യൊക്കെയാണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഷോ, അപ്പം ഞാൻ മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ്, അതിനിപ്പോൾ എന്താണ് പ്രശ്നം എന്നൊക്കെ തന്നെ വളരെ ബോൾഡായിട്ട് സംസാരിച്ചിരിക്കുന്ന ഒരാൾ തന്നെയാണ് രഞ്ജിനി ഹരിദാസ്. എന്നാൽ ഇതേ രഞ്ജിനി ഹരിദാസ് തൻ്റെ ചുറ്റും നടക്കുന്ന മറ്റു പല കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിന് എവിടെയൊക്കെയോ അഭിനയിച്ച് നിൽക്കുന്ന പോലെ എന്തൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് പലതും ഫീൽ ചെയ്യും. അന്ന് ഏഷ്യാനെറ്റിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ നിശാ പാർട്ടികളിൽ ഇതുപോലെ ഭയങ്കരമായിട്ട് ഡ്രഗ്സ് ഒഴുകുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര റെയ്ഡുകൾ നടക്കുന്ന ആ ഒരു ടൈമിൽ രഞ്ജിനി ഹരിദാസിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ രഞ്ജിനി ഹരിദാസ് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം. ഓക്കെ, ഓൾറെഡി നിങ്ങൾ കേട്ടല്ലോ, ഇതുപോലെ സുനിൽ ഓജിയുടെ പാണ്ടി പാർട്ടിക്കൊക്കെ പൊക്കോണ്ടിരുന്ന, അല്ലെങ്കിൽ സുനിൽ ഓജിയായിട്ട് അത്രയും കണക്ഷൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. എന്നാൽ ഒന്നും അറിയാത്ത രീതിയിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. വീഡിയോ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഇങ്ങനെ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, റീസെൻ്റ് ആയിട്ട് ഏഷ്യാൻ്റെ ഒരു സാധനം അടിച്ചിങ്ങി കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്ലേ ചെയ്യാം. രഞ്ജിനി ഹരിദാസും ചേരുന്നു. ശ്രീമതി രഞ്ജിനി, ഈ നിശാ പാർട്ടികൾ തന്നെ നിരോധിക്കേണ്ടി വരുമെന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് ആഭ്യന്തരമന്ത്രിയും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്നു. അത്രമേൽ ലഹരി ഉപയോഗം ഉണ്ടോ പാർട്ടികളിൽ? I really don't think so. It's really sad because ഈ ന്യൂസ് ഞാൻ ഇന്ന് കണ്ടപ്പോൾ തീർച്ചയായിട്ടും ആദ്യം ഞാൻ പറയേണ്ട കാര്യം, ഇങ്ങനെ പാർട്ടികളുടെ പേരിൽ ഡ്രഗ്സ് വിതരണം ചെയ്യുന്നത് തെറ്റാണ്, ഇല്ലീഗലാണ്. അതിനെ നിർത്താൻ വേണ്ടി റെയ്ഡ് നടത്തുന്നതും ആ അപ്രോച്ചും പോലീസിൻ്റെത് തീർച്ചയായിട്ടും നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യണം. അത് ഇനിയും തുടരണം. ബിക്കോസ് ഡ്രഗ് യൂസ് ഈസ് നോട്ട് happening, it's not cool. പക്ഷെ അതേസമയം ഇപ്പൊ മീഡിയയിൽ മൊത്തം കാണിക്കുന്നത് നിശാ പാർട്ടിയിലൂടെ ഡ്രഗ്സ് വിതരണം, അതൊക്കെ കാണിക്കുമ്പോ തീർച്ചയായിട്ടും അത് കേൾക്കുന്ന ആൾക്ക് തോന്നുന്നതോ എല്ലാ പാർട്ടിയിലും ഇത് തന്നെയാണ് ആൾക്കാരുടെ ജോലി, അവിടെ പോവാ ഡ്രഗ്സ് യൂസ് ചെയ്യുക. അല്ല, ഞാൻ കുറച്ചധികം പാർട്ടിയിൽ പോകുന്ന ഒരാളാണ്. കൊച്ചിയിലായാലും ബോംബെയിലായാലും വിദേശ രാജ്യങ്ങളിലായാലും അവിടെയൊക്കെ നമ്മൾ പോകുന്നത് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കൂട്ടുകാരുടെ കൂടെ ഒത്തുചേരാൻ, സംഘടിക്കാൻ, സംസാരിക്കാൻ, പാട്ട് കേൾക്കാൻ. ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ റിലാക്സ് ആവുകയാണ്. ഡാൻസിങ്, മേ ബി ഹാവിംഗ് എ കപ്പിൾ ഡ്രിങ്ക്സ്. പക്ഷെ ആ ഒരു എൻവയൺമെന്റ് ഇനി അത് കേരളത്തിൽ അവർ ബാൻ ചെയ്യാൻ, അല്ലെങ്കിൽ കൊച്ചിയിൽ നിർത്തലാക്കാൻ പോവുകയാണ് എന്ന് ആലോചിക്കാന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഒരു വിഷമമുണ്ട്. ബിക്കോസ് അങ്ങനത്തെ ഒരു വേദിയിൽ മാത്രമല്ലല്ലോ ഈ ഡ്രഗ്സ് ലഭിക്കുക. പാർട്ടിയുടെ പേരിൽ ഡ്രഗ്സ് വിതരണം ചെയ്യുന്നതാണ് അവിടെ തെറ്റ്. അങ്ങനെ ഒന്നോ രണ്ടോ മോശമായ ആൾക്കാർ, അല്ലെങ്കിൽ കൂട്ടായ്മയുള്ള ചില ആൾക്കാർ അത് ചെയ്യുമ്പോൾ ഈ മൊത്തം പാർട്ടിയെ നമ്മൾ ചീത്തയാണെന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ശരിയല്ല. നല്ലതും ചീത്തയും എല്ലാത്തിലും ചീത്ത കണ്ടുപിടിച്ച് അതിനെ മാറ്റി വെക്കണം. അതാണ് നമ്മുടെ പോലീസ് റെയ്ഡിലൂടെ ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. നല്ലൊരു തുടക്കമാണ്, അത് മുന്നോട്ട് പോകണം. പക്ഷെ അതിൽ നല്ലത് നടക്കുന്ന പോലെ തന്നെ മുന്നോട്ട് പോകണം. അതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് എല്ലായിടത്തും അങ്ങനെ നല്ലതും മോശം ഉണ്ടല്ലോ. അപ്പൊ എല്ലായിടത്തും അങ്ങനെ നല്ലതും മോശം ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യം തൂക്കേണ്ടത് സുനിലോജിനെയാണ്. ഈവൻ മർഡനീഷ് ആ ഒരു ലാസ്റ്റ് മറുനാടന് കൊടുത്തിരിക്കുന്ന ഒരു ഇന്റർവ്യൂവിൽ പറയുന്നൊരു കാര്യമുണ്ട്, സുനിലോജിയുടെ പല വിഷയങ്ങളും ഇന്ന് ഇന്റർനെറ്റിൽ പോലും ഇല്ല, അവിടുന്ന് വരെ വാനിഷ് ആയിട്ട് പോയിട്ടുണ്ട്. ആ രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ സുനിലോജി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയുള്ളപ്പോൾ ഇവിടെ ഒഴുക്കിയേക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ കള്ളമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുനിലോജി മർഡനീഷിനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുക്കൂ. നിങ്ങൾ അപ്പോഴും ആലോചിക്കണം, സുനിലോജി മർഡനീഷ് റീസെന്റ് ആയിട്ട് പറയുന്നുണ്ട്, ഫസ്റ്റ് ആ ഒരു സുനിലോജിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് പറയുന്ന ഒരു ടൈമില്ലേ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ പിന്നീട് മർഡനീഷ് പുള്ളിക്കൊരു കോള് വന്നു. പോലീസ് ഉദ്യോഗസ്ഥരാണ് വിളിച്ചിട്ട് ഇതുപോലെ പറയുന്നത്, പുറത്തോട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി പറയരുത്, സുനിലോജിനെ പറ്റിയിട്ട് പറയരുത്, മാറ്റി പറയണം എന്നുള്ള രീതിയിലൊക്കെ തന്നെ കോള് വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, അന്ന് രഞ്ജിനി ഹരിദാസ് ഈ ഒരു സുഹൃത്തിനെ പറ്റിയിട്ട് അന്ന് വർഷങ്ങൾക്ക് മുന്നേ സംസാരിച്ചു. പിന്നീട് ഇന്ന് ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് വന്ന് പറയുകയാണ്, ഞാൻ ഇവിടെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. ബാക്കി കേൾക്കാം. പങ്കെടുക്കുന്ന ആളാണെന്ന് പറഞ്ഞല്ലോ. ഈ പാർട്ടികളിലൊക്കെ രഞ്ജിനി പോകുന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ സംഗീതം ആസ്വദിക്കാനോ കൂട്ടുകാരോടൊപ്പം സമയം ചെലവഴിക്കാനോ ഒക്കെ ആയിരിക്കും. പക്ഷെ അവിടെ കഞ്ചാവും ബ്രൗൺ ഷുഗറും മറ്റ് ലഹരി വസ്തുക്കളും വിതരണം ചെയ്യുന്നുണ്ടെന്നോ ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ടെന്നോ ഒക്കെ അറിഞ്ഞിരുന്നു? ഇല്ല, ഞാൻ കഴിഞ്ഞ ഒരു ഫ്യൂ മന്ത്സ് ആയിട്ട് ഇപ്പൊ ചില പാർട്ടീസിന്റെ ചില സ്ഥലങ്ങളിൽ ഞാൻ പോകാറില്ല. ബിക്കോസ് അവിടെ പോകാൻ ഞാൻ കുറച്ച് അൺകംഫർട്ടബിൾ ആണ്. ബിക്കോസ് നമുക്ക് ഈ ട്രെൻഡിന്റെ മാറ്റം മനസ്സിലാവുമല്ലോ. 2 വർഷം മുമ്പ് പോയ ഞാൻ ഇപ്പം അത്രയും അധികം പോകുന്നില്ല. 1 വർഷം മുമ്പ് പോയ ഞാൻ ഇത്രയും അധികം ഈ ഒരു വർഷം പോകുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പക്ഷെ എന്റെ ജോലി ആവാം, ഒരു പക്ഷെ ഞാൻ അവിടെ പോകുന്നതിൽ കംഫർട്ടബിൾ അല്ലായിരിക്കാം. ഫസ്റ്റ് നമ്മൾക്ക് തന്നെ നമ്മുടെ സേഫ്റ്റിയും നമ്മളുടെ ഒരു സെക്യൂരിറ്റിയും നമ്മൾ തന്നെ തീരുമാനിക്കണം. അപ്പൊ എവിടെ പോകണമെന്ന് തീരുമാനം എടുക്കുന്നതിൽ തന്നെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
പിന്നെ ഇപ്പൊ ഞാൻ പോകുന്ന സ്ഥലത്ത് ലഹരി മരുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ പോകുന്ന എല്ലാ സ്ഥലത്തും ആ ഹോട്ടലാണെങ്കിൽ ആ ഹോട്ടലിന്റെ മാനേജ്മെന്റ് വളരെ കെയർഫുള്ളി ആരെ അകത്ത് കയറ്റണം, ആരെ കയറ്റിട്ട് എന്ന തീരുമാനം എടുക്കുന്നു. അതുപോലെ തന്നെ അതിനകത്ത് ബൗൺസേഴ്സ് ഉണ്ട്. നമുക്ക് അവിടെ വലിയ ചെറിയ തോതിൽ പ്രശ്നം, അത് എന്തായാലും അത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു നോട്ടമായാലും ഇഷ്ടപ്പെടാത്ത ഒരു ഭാഷയായാലും കള്ളുകുടിച്ചാണെങ്കിലും നമ്മളെ തൊടാൻ വരികയാണെങ്കിലും നമ്മൾ ഈ ബൗൺസേഴ്സിനെടുത്തോ അവിടെയുള്ള മാനേജ്മെന്റ് എടുത്തോ പറഞ്ഞാൽ നമ്മൾ സുരക്ഷിതമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനത്തെ സേഫ് ആൻഡ് സെക്യൂർ സ്ഥലം പറഞ്ഞത്. നമ്മൾ സുരക്ഷിതമാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനത്തെ സേഫ് ആൻഡ് സെക്യൂർ സ്ഥലങ്ങൾ. ഇങ്ങനെ ഈ ഒരു സുരക്ഷിതത്വത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്കിന് നമ്പർ 18 ഹോട്ടൽ നടന്നിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ അത്രത്തോളം സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു സ്ഥലമായിരുന്നെങ്കിൽ നമ്പർ 18 ഹോട്ടലിൽ ആ 2 മോഡൽസ് മരണപ്പെടില്ലായിരുന്നല്ലോ അല്ലേ. കാര്യം ഇതൊക്കെ ഈ ഹോട്ടൽസിലൊക്കെ തന്നെയാണ് ഈ പറയുന്ന പാർട്ടീസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ പാർട്ടീസൊക്കെ വേണം, കാര്യം നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് എൻജോയ്മെൻറ്റിന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വേണം, ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. ബട്ട് ഇതിൻ്റെയൊക്കെ മറവിൽ ഇമാതിരി പരിപാടികൾ, പെണ്ണ് കച്ചവടം നടത്തുന്നതും അല്ലാത്ത പരിപാടികൾ നടത്തുന്നതും ഈ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, കാര്യം അവർക്ക് താല്പര്യമില്ലാതെ അവരവിടുന്ന് രക്ഷപ്പെട്ട് ഓടിയ 2 ആൾക്കാരായിരുന്നു അല്ലേ. ഇന്നും അവർക്ക് വേണ്ടിയിട്ട് അന്ന ഗ്രേസ് പുള്ളിക്കാരി എവിടെ കിടന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു കേസിൽ എന്ത് മൊത്തം പോയോ, മീഡിയാസിൽ പോലും അതിൻ്റെ ചർച്ചയില്ല. ആ കേസിൽ എന്ത് സംഭവിച്ചു, അവിടെ ഫുള്ള് ദുരൂഹത കിടക്കുന്ന ഒരു കേസാണ്. അപ്പം ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ സമയങ്ങളിൽ ഈ നിശാ പാർട്ടികളിലൊക്കെ ഈ ഭയങ്കരമായിട്ട് ഡ്രഗ്സ് ഒഴുകുന്നതും ഇതിൻ്റെ പിന്നിൽ ഈ പെണ്ണ് കച്ചവടം നടത്തുന്നതും ഇതിനെ പറ്റിയിട്ടുള്ള വലിയ പ്രശ്നങ്ങളും റെയ്ഡ് കാര്യങ്ങളൊക്കെ വന്ന ടൈമിൽ ചുറ്റും നടക്കുന്ന ഈ കാര്യങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ, എവിടെയെങ്കിലുമൊക്കെ നടക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ശരിയാണ് എവിടെയെങ്കിലും നടക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ തനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള സുനിലോജി നടത്തുന്ന അല്ലെങ്കിൽ നടത്തുന്ന പാർട്ടീസിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സെഞ്ചുറിയൊക്കെ പാർട്ടികളിൽ പോകാറുള്ള ഹോട്ടലുകളിലൊക്കെയാണ് റെയ്ഡ് നടന്നതെന്നാണ് വാർത്ത. എനിക്കറിയില്ല പുറത്തു വരുന്ന വാർത്ത. ഞാൻ തീർച്ചയായിട്ടും എന്റെ വീടിന് അടുത്തുള്ള ഹോട്ടലാണത്. ഞാൻ താമസിക്കുന്ന ഏരിയ അതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പാർട്ടിക്ക് മാത്രമല്ല, ഞാൻ അവിടെ കുറെ ഫംഗ്ഷൻസ് ചെയ്യാൻ വേണ്ടി കോർപ്പറേറ്റ് ഫംഗ്ഷൻസിന് പോകാറുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്ന ഒരു ഹോട്ടലാണ്. ഡിന്നറിന് പോകാറുണ്ട്. മിഞ്ഞാന്നും ഞങ്ങൾ ആ ഹോട്ടലിൽ ഡിന്നറിന് പോയി. ബിക്കോസ് അവിടെ ഭക്ഷണം നല്ലതാണ്. പക്ഷെ അവിടെ നടന്ന അവിടെ ഇതും കൊടുക്കുന്നുണ്ട്, ഭക്ഷണം നല്ലതാണ്, ഇതും കൊടുക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അത് പോലീസ് പറയുന്നത് എനിക്കറിയില്ല. ഞാൻ ഭക്ഷണം കഴിക്കാനാണ് പോയത്. ഇനി അത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പോലീസ് കണ്ടുപിടിച്ച് അത് പുറത്ത് കൊണ്ടുവരട്ടെ എന്ന് ഞാൻ അവരെ ഞാനും അവരെ കൂടെ നിൽക്കും. രഞ്ജിനി തുറന്നു പറയുന്നതുകൊണ്ട് വിഷമിക്കരുത്. ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് പേര് ദോഷം പലയിടങ്ങളിലും രഞ്ജിനിയുടെ പേര് വലിച്ചിഴച്ച് ഉണ്ടാക്കാറുണ്ടല്ലോ. ഇപ്പോഴും ഇത്തരം പാർട്ടികളുടെ പേരിൽ പുറത്തു വരുന്ന വീഡിയോയിലൊക്കെ രഞ്ജിനി ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ നാട്ടുകാർ പറയാം. പിന്നെ നിങ്ങളെ പിന്നെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുമല്ലോ എന്തെങ്കിലും കമന്റ് പറയാൻ. അതുകൊണ്ടല്ലേ ആ തെറ്റിദ്ധാരണ പുറത്ത് നിൽക്കുന്നത്. എനിക്ക് ഇതിനെ കുറിച്ചൊക്കെ എല്ലാ ഒരു അഭിപ്രായം ഉണ്ടല്ലോ. ഇത് പറയുമ്പോ ഇത് ആരുടെ ഈ വീഡിയോ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത്? ഞാൻ ഇവിടെ സൈഡിലോട്ട് ഞാൻ കൊടുക്കാവേ. ഇത് ആരിപ്പോൾ ഇത് എവിടുന്ന് പൊക്കി എടുത്തോണ്ട് വന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അന്നത്തെ രഞ്ജിനി ഹരിദാസിന്റെ അന്നത്തെ വിഷ്വൽസ് അതേപോലെ ഇട്ടുണ്ട്. മീഡിയാസിലൊക്കെ ഇതിന്റെ പല സാധനങ്ങളും ബ്ലർ ചെയ്തിട്ട് അവിടുത്തെ ഫോട്ടോസ് പോലും ബ്ലർ ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിന്റെ ഒറിജിനൽ ഫൂട്ടേജ് ആർക്ക് എവിടുന്ന് എങ്ങനെ കിട്ടി, എങ്ങനെ പുറത്തോട്ട് വന്നു എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ബട്ട് ഈ ഒരു സാധനം വന്നപ്പോഴത്തേക്കിന് അന്ന് രഞ്ജിനി ഹരിദാസ് ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കള്ളമാണെന്നുള്ളത് ഇപ്പം മനസ്സിലായിരുന്നില്ല. കാര്യം അങ്ങനൊന്നും ഇല്ല അത് ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ആൾക്കാർക്ക് എന്തും പറയാമല്ലോ, ഇതൊക്കെ വെറും ആരോപണങ്ങളല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരിക്കുന്ന സാധനങ്ങളായിരുന്നു. അതിൻ്റെയാണ് വീഡിയോസ് ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ മദ്യവെച്ചിട്ടൊക്കെ പുള്ളിക്കാർ നിൽക്കുന്നതായിരിക്കും. മദ്യവെച്ചിട്ട് ആ ഒരു കിക്കിലൊക്കെ നിൽക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ അതിലൊന്നും പ്രശ്നമില്ല. ബട്ട് പുള്ളിക്കാരി ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ചുറ്റുപാടും പല കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കിന് ഒന്നുമേ അറിയില്ല എന്നുള്ളതിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കിന് അത് ഭയങ്കര ഒരു മോശമല്ലേ. പുറത്ത് കേൾക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഒരു വിഷമമില്ല. പുറത്ത് കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാം തന്നെ പറയുന്നുണ്ടല്ലോ മീഡിയയില്. അത് മീഡിയയിൽ വരണം. പക്ഷെ നമ്മുടെ പേഴ്സണൽ എന്റെ ജീവിതത്തിൽ എനിക്ക് പാർട്ടിക്കാൻ ഇഷ്ടം, എനിക്ക് ക്ലബിൽ പോകാൻ ഇഷ്ടം, എന്റെ കൂട്ടുകാരുടെ കൂടെ സംഗീതം കേട്ട് നൃത്തം ചെയ്യാൻ ഇഷ്ടം. പക്ഷെ എനിക്ക് ഈ ഇങ്ങനെ കേൾക്കുമ്പോൾ ഡ്രഗ്സ് അബ്യൂസ് ഉണ്ട്, ഡ്രഗ്സ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വരുന്നത് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ഇനി നാളെ കൊച്ചിയിലൊരു പാർട്ടി വരുമ്പോ ആ പാർട്ടിയിൽ പോകാൻ ഞാനും പ്രധാനം ആലോചിക്കും. രഞ്ജിനി, അതിന്റെ പ്രശ്നം നമ്മുടെ കൊച്ചു കുട്ടികൾ പോലും, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇത്തരം ലഹരി വസ്തുക്കൾക്ക് ഇരയാകുന്നു എന്നുള്ളതാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ ചെയ്ത ഒരു വാർത്തയിൽ ഒരു ഫോൺ കോൾ കൊണ്ട് കൊച്ചിയിൽ ഇത്തരം സാധനങ്ങൾ കിട്ടുമെന്ന് ഞങ്ങൾ തന്നെ 2-3 റിപ്പോർട്ടുകളിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. അല്ല, തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ടാണ് എന്നെ പോലെ നാളെ പ്രതികരിക്കുന്നത്. 2 വയസ്സുണ്ടല്ലോ എല്ലാത്തിലും. തീർച്ചയായിട്ടും കേരളത്തിലേക്ക് ഡ്രഗ്സിന്റെ ഒരു ഇൻഫ്ലക്സ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ന്യൂസും പുറത്തേക്ക് വരുന്നത്, ഇങ്ങനത്തെ റെയ്ഡുകൾ നടക്കുന്നത്. തീർച്ചയായിട്ടും ഡ്രഗ്സിന്റെ ഒരു ഇൻഫ്ലക്സ് നമ്മളുടെ നിയമം നിർത്തലാക്കണം. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ഗുഡ്. ഇല്ലീഗൽ ആണ്. ഇല്ലീഗൽ സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ അത് ഇല്ലീഗൽ ആവാൻ കാരണമുണ്ട് അല്ലെ. അത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നമ്മുടെ സ്വഭാവത്തിനും
നെഗറ്റീവ് എഫക്ട്സ് ഉള്ളതുകൊണ്ടാണ് അതിനെ ഇല്ലീഗൽ എന്ന് പറയുന്നത്. ഇല്ലീഗലായ എന്തായാലും ഡ്രഗ്സ് ആയാലും പ്രോസിക്യൂഷൻ ആയാലും അനാശാസ്യമായാലും ലഹരി മരുന്നായാലും അതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ തെറ്റാണ് എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ യുവ IPS ഓഫീസർ നിശാന്തിനിയാണ് കൊച്ചിയിൽ ഇത്തരം റെയ്ഡുകൾക്ക് നേതൃത്വം നൽകുന്നത്. രഞ്ജനിയെ പോലുള്ളവർ അവർക്ക് പിന്തുണ കൊടുക്കണം. അയ്യോ 100%. ഇൻഫാക്ട് നിശാന്തിനി മാമിനൊക്കെ ഒരു കൺഗ്രാറ്റുലേഷൻസ് നമ്മൾ പറയണം. ബിക്കോസ് ഇങ്ങനത്തെ ഒരു റെയ്ഡ് ചെയ്യാനും വലിയ വലിയ സ്ഥലങ്ങളിൽ പോയി അവിടെ അകത്ത് കയറി റെയ്ഡ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുന്നത് വലിയ കാര്യം മാത്രമല്ല. അവര് പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമുണ്ട്. അവരുടെ ലോ എന്താണോ അതിനെ ഫോളോ ചെയ്യാൻ, പോളിസി എന്താണോ അത് ഫോളോ ചെയ്യുന്നത് അവരുടെ ജോലിയാണ്. അവരുടെ ജോലി അവർ വളരെ നന്നായി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി മറ്റു പ്രശ്നത്തിൽ വന്ന് അത് പിന്നോട്ടും പോകാതെ മുന്നോട്ട് തന്നെ പോകണം. മറ്റൊരു റിക്വസ്റ്റ് കൂടെയുണ്ട്. ഇതേ ഊർജ്ജം പോലീസ് ഓഫീസേഴ്സ് എല്ലാ കാര്യത്തിലും കാണിക്കണം. ഇപ്പൊ റേഡ്, ഡ്രഗ്സ് അബ്യൂസ് അത് നിർത്തണം. എല്ലാ കാര്യത്തിലും എന്ത് കംപ്ലൈന്റ് വന്നാലും പോലീസ് ഇതേ ഊർജ്ജത്തോടെ മുന്നോട്ട് പോകണമെന്നൊരു ചെറിയ റിക്വസ്റ്റ്. എനിക്ക് കുറച്ച് കേസ് കിടപ്പുണ്ട്. അതിനൊരു മുനവെച്ച കാര്യമുണ്ട്. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ വേറെ ഉണ്ടെന്നാണ്. ഫേസ്ബുക്ക് വലിയൊരു പ്രശ്നമാണ്. ഫേസ്ബുക്കിന്റെ കുറച്ച് കേസ് കിടപ്പുണ്ട്. അതൊന്നും ശരിയാക്കി തരാൻ പറയൂ. അന്ന് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ്. കാര്യം നിയമത്തിൻ്റെ ഇതിൽ പോകണം, ഇത്തരം കാര്യങ്ങളൊക്കെ ശരിയല്ലേ, കുട്ടികളുടെ ഒക്കെ ഇതിങ്ങനെ പോകുന്നതാണ് ശരിയാണ്, ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ ഒഴുകാൻ പാടില്ല, ഇതൊക്കെ നിർത്തലാക്കണം എന്നൊക്കെ പറഞ്ഞേക്കുന്ന വ്യക്തി അങ്ങനെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് പരിശ്രമിക്കണമെന്ന് തോന്നിയിരിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ കാട്ടിക്കൊടുക്കുക സുനിലോജിയുടെ പരിപാടികൾ നടക്കുന്ന ഈ കാര്യങ്ങളല്ലേ. പാർട്ടീസൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള, നമ്മളെല്ലാവരും പോകേണ്ടുന്ന സാധനമാണ് പാർട്ടി, ഇതൊക്കെ നമുക്ക് വൈബ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. പക്ഷെ അതിൻ്റെ മറവിൽ ഇങ്ങനത്തെ കുറച്ച് കലാപരിപാടികൾ കൂടെ നടക്കുമ്പോൾ ഇതിനൊക്കെ നമുക്ക് കൃത്യമായിട്ട് വിരൽ ചൂണ്ടിക്കാണിക്കാനും പുറത്തോട്ട് എക്സ്പോസ് ചെയ്യാനെ കൊണ്ട് നമ്മുടെ കയ്യിൽ അതിനുള്ളൊരു പവർ കിട്ടുന്ന ആ ഒരു ടൈമിൽ നമ്മളത് ചെയ്യാണ്ടിരുന്ന് പോകുമ്പോഴത്തേക്കിന് സംഭവിക്കുന്നത് മറ്റൊരാൾക്കാർക്ക് ഇങ്ങനത്തുള്ള ഒരു അപകടം വരുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ സ്വയം ഇത് ശരിയാണ് അവിടെ ഇങ്ങനത്തെ കാര്യമുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അവരുടെ ജീവന അപകടം അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതില്ലാന്ന് നമ്മൾ പറയുന്നില്ല. എന്നാൽ അന്നത് അങ്ങനെ പറഞ്ഞത് കഴിഞ്ഞു. അപ്പം അവരുടെ പല കാരണങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാൽ ഇത്ര വർഷങ്ങൾക്ക് ഇപ്പുറം വന്നിട്ട് ഈ ഒരു വിഷയം ഇങ്ങനെ നടക്കുമ്പോൾ ദ സെയിം സീനാണ് ഇപ്പം നടക്കുക എന്നുള്ളത് ആലോചിച്ച് നോക്കണം. ഓക്കെ, അന്നത്തെ കാര്യം തന്നെ ഇന്ന് സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇത് വലിയ ചർച്ചയായിട്ട് ഇപ്പം മാറുന്ന ഈ ഒരു ടൈമിൽ ഇത്തരത്തിലൊരു ഇൻ്റർവ്യൂ വന്നിട്ട് അതിനകത്ത് പറയുമ്പോൾ ഞാൻ അവരെ വൈറ്റ് വാഷ് ചെയ്യുമല്ലേ, പക്ഷേ എനിക്കറിയുന്നൊരു വ്യക്തിയാണ്, പുള്ളി ഭയങ്കര കിടിലാണ്, പൊളിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ ചില ആളുകൾ പുള്ളി ഒരു ചിൽ മനുഷ്യനാണ്. ശരിയാണ്, പുള്ളി ചിൽ മനുഷ്യനാണ്. എനിക്ക് പുള്ളി ആ ഒരു ചില്ലായിട്ട് നിൽക്കുന്ന ആ ഒരു വൈബ് കാര്യങ്ങളൊക്കെ ഭയങ്കര നൈസായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. എന്നാൽ നമ്മളവിടെ ആലോചിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, എപ്സ്റ്റീൻ ഫയൽസിൽ ആ ഒരു പ്രൈവറ്റ് ഐലൻഡ് ഈവൻ ഡൊണാൾഡ് ട്രംപ് വരെ ഒരു അമേരിക്കൻ പ്രസിഡൻ്റാണ് എന്ന് ആലോചിച്ച് നോക്കണം, അയാൾ പോലും പോയേക്കുന്ന അങ്ങനത്തെ കുറേ റിച്ചസ്റ്റ് മാനാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളോട് ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇനി ഇത്രയൊക്കെ ആണെങ്കിൽ കൂടി ഇപ്പം നമ്മൾ ഈ പറയുന്ന ഇവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോലും എന്തുകൊണ്ട് സുനിലോജിക്കെതിരെ ആരും നീങ്ങുന്നില്ല, ഇവിടുത്തെ സിസ്റ്റം നീങ്ങുന്നില്ല എന്നുള്ളത് മുമ്പ് മരടനിഷ് റീസെന്റ് ആയിട്ട് മറുനാടൻ കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഡ്രഗ് മാഫിയയുടെ ബന്ധമുണ്ടെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചേട്ടാ, എന്നിട്ട് ഇത് പോലീസ് ഒന്നും പിടിക്കത്തില്ല. എങ്ങനെ പിടിക്കണേ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, പോലീസിന് ബന്ധം ഉണ്ടാവും? അതിന്റെ വ്യക്തമായ തെളിവല്ല ഞാൻ ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ തൊട്ടിപ്പുറത്ത് ഞാൻ DGPയുടെ സന്ദേഹപ്പെടുത്താം. തീർച്ചയായിട്ടും വേണം ചേട്ടാ. കാരണം എന്തെങ്കിൽ എനിക്ക് വരുന്നു, ഞാൻ പറയും തൊട്ടിപ്പുറത്ത് ക്രൗൺ പ്ലാസ, ഓപ്പോസിറ്റ് ക്രൗൺ പ്ലാസ. എനിക്കൊരു ബന്ധമില്ല, എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഓം പ്രകാശ്. ഞാൻ വ്യക്തിപരമായിട്ട് പറയട്ടെ, എനിക്ക് അവനെ പരിചയമൊക്കെ ഉണ്ട്. എനിക്കിത് അവൻ വെള്ളം ഒടിക്കുന്ന എനിക്കറിയാം, ഇത് ഭയങ്കരമായിട്ട് വെള്ളം ഒടിക്കും. പക്ഷെ ഇതുവരെ എന്റെ അന്വേഷണത്തിൽ അവൻ MDMA കച്ചവടം ഞാൻ കണ്ടിട്ടില്ല. ഇവൻ MDMA എന്ന് പറയാൻ അന്ന് ക്രൗണിൽ വെച്ച് ഇവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓം പ്രകാശിനെ എത്ര പോലീസ് കൊണ്ടാണ് ഇവിടെ വന്നത്, എത്ര പേരെ വിളിപ്പിച്ചു. ക്രൗൺ പ്ലാസ കൂടി പിടിക്കുന്ന ഒരു സാധനമല്ല, മര്യാദക്ക് നടക്കുന്ന സംഭവം. അവിടെ ആരെയും റൂം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ലേ ഈ ഉത്സാഹം എന്തുകൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് നടന്ന ഈ കാന്താരി ബാറിൽ കാണിക്കണല്ലോ. ഞാൻ ഇതിനു മുമ്പും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലേ, ഈ കാന്താരി ബാറിൽ ഉണ്ടെന്ന് നമ്മളെപ്പോഴത്തെ ഒരാൾ പറഞ്ഞിട്ടും ഇപ്പോഴും അവിടെ റെയ്ഡ് നടക്കണില്ലല്ലോ. സിമ്പിൾ ആയിട്ട് അവിടെ പാർട്ടി നടക്കണല്ലേ, ഇവന്റെ തറവാട് റിസോർട്ടിലും ഇവിടെയും പാർട്ടി നടക്കണല്ലേ. ഞാൻ ചോദിക്കട്ടെ, മദ്യത്തിന് പരസ്യം ചെയ്യാൻ പറ്റും? പറ്റത്തില്ല. അതിന് എന്താ ചെയ്യണേ? സോഡ പരസ്യം ചെയ്യും ഇല്ലേ? അതേപോലെ ഇവന്റെ പരസ്യം എന്താണ് നോക്കിയിട്ട് കുറേ പെണ്ണുങ്ങളെയും കൂട്ടി വെച്ചിട്ട് ഭയങ്കര വൾഗറായിട്ട് സംസാരിച്ച് അവന്റെ ഇതിൽ കാണിച്ച് പബ്ബിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ ആൾക്കാരെ വശീകരിക്കണേന്. ഷൈൻ ടോം ചാക്കോ വരെ വന്ന അവൻ അടി നിർത്തിന്നോടെ പിന്നെ വന്നിട്ട് എവിടെ നടിക്കണേ ഇവന്റെ അടുത്ത് വന്നിട്ട്. അപ്പൊ ഇപ്പൊ ലോക്കൽസിന് അറിയാൻ പറ്റില്ല, കാരണം പബ്ബിൽ വന്ന എല്ലാവർക്കും ഇത് വിതരണം ചെയ്യില്ല. ഇവർക്കൊരു ടീമുണ്ട്, ഏത് VIP-കളായ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് എവിടെയും സ്വന്തമായിട്ട് വന്നിരുന്ന് ഈ സാധനം ഉപയോഗിക്കണം. ഇപ്പൊ അവൻ ആ പൈസ മാത്രം കിട്ടിയാൽ പോലെ. കേട്ടല്ലോ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ സിസ്റ്റം പോലും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ. സ്വന്തമായിട്ട് എൻ്റെ ഷുഗർ ഡാഡി ആപ്പ് ഉണ്ടാക്കാൻ നടക്കുകയും അങ്ങനെ കുറേ പരിപാടി കാര്യങ്ങളൊക്കെ പുള്ളി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ പുള്ളിയുടെ ഈ ഒരു അവിടുത്തെ ഇങ്ങനെ ഇപ്പം ഷൈൻ ടോം ചാക്കോ മുമ്പ് ആ ഒരു അച്ഛൻ മരിച്ച ആ ഒരു ടൈമിൽ പുള്ളി അത്യാവശ്യം നന്നായി ഓക്കെ ആയിട്ട് വന്നിട്ട് എഗെയിൻ ബാക്ക് ടു പഴയത് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ വീണ്ടും ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഇയാളുടെ ഒപ്പം കൂടിയതിന് ശേഷമാണ്. ഓക്കെ, അപ്പം
ഇവിടെ ഇത് ഭയങ്കര എന്താ പറയുക വിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പുള്ളി ഓപ്പൺ ആയിട്ട് തന്നെ ഇത്തരത്തിൽ അവിടെ പുള്ളി ലഹരി ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ മദ്യമൊക്കെ ഉപയോഗിക്കുന്ന കാര്യം ഓപ്പൺ ആയിട്ട് കാണിക്കുന്നില്ല. എന്താണ് പ്രശ്നം? അതിൽ ഒരു പ്രശ്നമില്ല. കാര്യം നമ്മുടെ സർക്കാർ പറഞ്ഞിട്ട് നിങ്ങൾ കയറി അടിച്ചോ, നിങ്ങൾ ഇതുപോലെ ഖജനാവിലോട്ട് പൈസ ഉണ്ടാക്കിത്തരാം, നിങ്ങൾ അടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ ഇല്ലീഗലായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇവിടെയാണ് രഞ്ജിനി ഹരിദാസ് ഒന്ന് അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അയ്യോ ഇങ്ങനെയൊക്കെ ചുറ്റും നടക്കുന്നുണ്ടോ, ഇതൊന്നും ഇതിനെപ്പറ്റിയിട്ടൊന്നും അറിയത്തില്ല. എന്നാൽ ഇവർ തമ്മിലുള്ള അത്രയും സ്ട്രോങ് കണക്ഷനെ പറ്റിയിട്ട് തന്നെ ഇവർ സംസാരിക്കുന്നുമുണ്ട്. എന്നിട്ട് ഇപ്പം ഇത്രയും വർഷങ്ങളെ ശേഷം ഈ ഒരു ഇന്റർവ്യൂവിൽ എന്ന് പറയാണ്, നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ വൈറ്റ് വാഷ് ചെയ്യല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ രഞ്ജിനി ഹരിദാസിന്റെ കാര്യം പറയുമ്പോൾ ഇവിടം കൊണ്ടും തീർന്നില്ല. പണ്ടത്തെ കൈരളി ടി വിയിൽ വന്നേക്കുന്നൊരു ബൈറ്റ് ഉണ്ട്, ഞാൻ അതോടെ ഇങ്ങോട്ടൊന്ന് വെക്കാം. അങ്ങനെ മാഡം DJ പാർട്ടികളിൽ സ്ഥിര സാന്നിധ്യമാണ്. മദ്യപിച്ച് കേട്ട് ബോധമില്ലാതെ ബൗൺസേഴ്സ് എടുത്തോണ്ട് പോയിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാ? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ് കിരൺ. ഇത്രയും വർഷം ഞാൻ ഇന്റർവ്യൂവിന് പോയിട്ട് ഈ ചോദ്യം എന്തുകൊണ്ട് എന്റെ ചോദിച്ചിട്ടില്ല എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. മോനെ, ഞാൻ ഡെഫിനറ്റ്ലി ഐ ഡ്രിങ്ക് വിത്ത് മൈ ഫ്രണ്ട്സ്. എന്റെ ജീവിതത്തിൽ ഞാൻ കുറെ പാർട്ടീസ് പോയിട്ടുണ്ട്. ഇതുവരെ ലക്ക് കേട്ട് ബോധമില്ലാതെ ബൗൺസേഴ്സ് എന്നെ എടുത്തോണ്ട് പോയിട്ടില്ല. കേട്ടതല്ലേ? സന്തോഷപ്പെടുത്തായിട്ട് കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞു, പിന്നെ വേറെ കുറെ കഥകളുണ്ടല്ലോ, എല്ലാം കേട്ടില്ലേ? അതിനൊരെണ്ണം തന്നെയാണോ ഇതും? എന്താണെന്നറിയാമോ കാരണം? ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതുപോലെ അടിച്ച ആൾക്കാർ എടുത്തുകൊണ്ട് പോയേക്കുന്ന വീഡിയോസ് ഒക്കെ പുറത്ത് ഒരുപാട് അല്ല, അങ്ങനെ വന്നാലും കുഴപ്പമൊന്നുമില്ല, വെള്ളം അടിച്ചിട്ടില്ല, അതൊന്നും വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇത് അന്ന് ഇത്തരത്തിൽ ഇപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ ചോദ്യങ്ങൾ എന്തേ വരാത്തതെന്ന് വിചാരിച്ചിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിന് അന്ന് ആ ചോദിച്ചത് മാത്രമല്ല, ഇനിയുള്ള ആ ചോദ്യങ്ങൾ വീണ്ടും ഉയർന്നു വന്നുകൊണ്ടിരിക്കും. കാര്യം ഇത്രയും ക്ലോസ് ആയിട്ട് അറിയുന്ന സുനിൽ ഓജിനെ പറ്റിയിട്ട് അന്ന് മീഡിയാസിന് മുന്നിൽ ഇങ്ങനെ ഈ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ വന്ന ടൈമിൽ എന്തുകൊണ്ട് അത് തുറന്ന് സംസാരിച്ചില്ല? ഇതുപോലെ അന്വേഷണം ഇതുപോലെ നല്ല രീതിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഇതേ വ്യക്തി തന്നെ അതിനൊരു സഹായം എന്നോണം തൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്ന ഈ ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതിന് ചുറ്റുമായിട്ട് നടക്കുന്ന മറ്റു പല വിഷയങ്ങളും നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ പുറത്ത് സംസാരിച്ചില്ല? അല്ലെങ്കിൽ ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഈ ഒരു സീന് കാര്യങ്ങളൊക്കെ നടക്കുന്ന ടൈമിൽ ഒന്നുമേ ഇല്ലാത്ത രീതിയിൽ പുള്ളി ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന നിലയിൽ നിങ്ങൾ വന്ന് ഈ ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ ഞാൻ വൈറ്റ് വാഷ് ചെയ്യല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് സംസാരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ചെയ്ത വികാരം എന്താണ്? ഇനി ഇതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണെന്ന് പറയുമ്പോൾ അന്ന് ന്യൂസിൽ വന്നുകൊണ്ടിരുന്നു. അന്ന് വന്നിരുന്ന പല ന്യൂസുകളും ഇന്ന് ഇന്റർനെറ്റിൽ പോലും ഇല്ലാതെ വാനിഷായി പോയിട്ടുണ്ട്. ഒക്കെ പൊക്കോട്ടെ. ഇന്നിപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന് പറയുകയാണ് മരടനീഷിനെ പോലെ ഒരാൾ ഇത്രയും കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ ഇത് വെറും ആരോപണം മാത്രമാണെങ്കിൽ എന്തുകൊണ്ട് അയാൾക്കെതിരെ ഒരു കേസോ കാര്യങ്ങളൊന്നും സുനിൽ ഓജി കൊടുക്കുന്നില്ല? കാരണം ഇവിടെ തൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടുള്ള അയാളുടെ ഫോട്ടോ പേര് മെൻഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഹക്കീമിന് ട്രൈക്കിനൊക്കെ എതിരെ കേസ് കാര്യങ്ങളൊക്കെ സുനിൽ ഓജി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയുള്ളപ്പോൾ അതായത് അവരുടെ ഇമേജ് ഒക്കെ ടാണിഷായി പോവാണ്, പ്രശ്നമാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ഇതുപോലെ പെണ്ണുകച്ചവടം കാര്യങ്ങളുണ്ടെന്നുള്ള രീതിയിൽ പറയുമ്പോൾ നിങ്ങളുടെ ഒപ്പമുള്ള ഏതൊരു സ്ത്രീനെ ഏതൊരാളും സംശയിക്കുന്ന നിലയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം അത്രയും ഭീകരമായിട്ടുള്ള അലിഗേഷൻ പറഞ്ഞേക്കുന്ന ഒരാൾക്കെതിരെ എന്തുകൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കുന്നില്ല? അപ്പം ബാക്കിയുള്ള ആൾക്കാരെ ഇത് ബാധിക്കുന്നില്ല എന്നുള്ളത് അതും ഒരു ചോദ്യം തന്നെയാണ്. അതിനും ഉത്തരം കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. എന്താണെങ്കിലും ഇത്രയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.